മണ്ടൂതിരെ എന്താ പ്രശ്നം? എന്തത്? അതെ, നമ്മുടെ വർക്കല്ലേ, ഇതൊക്കെ ഉണ്ടാവും. ഇങ്ങനെ പല സംഭവങ്ങളുണ്ടാവും, അതൊക്കെ നമ്മൾ തരണം ചെയ്യണം. ജോലിയല്ലത്. എനിക്കത് പറ്റുമെന്ന് തോന്നുന്നു. അയ്യോ, എന്താ ഈ പറഞ്ഞ? നല്ലൊരു ജോലി കിട്ടിയിട്ട് ഇങ്ങനൊക്കെ ചിന്തിച്ച എങ്ങനെയത്? നമ്മളെ ഇതൊക്കെ ഇത് നമ്മൾ വേറൊന്നും നോക്കണ്ട. നമ്മുടെ ജോലി നമ്മൾ കൃത്യമായിട്ട് ചെയ്യാ, ശമ്പളം മേടിക്കുക, കുടുംബം നോക്കുക, അല്ല അത്രയല്ലല്ലോ. ഇത് പല പൊതുജനം പല വിധല്ലേ. നമ്മൾ അതിന്റെ പിന്നാലെ പോയിട്ടുന്ന കാര്യം. ഇതിപ്പോ ഈ ജോലി ഏതിന് പോയാലും ഇങ്ങനെയൊക്കെ നല്ല ആൾക്കാര്. പക്ഷെ ഇതൊന്നും എനിക്ക് ശരിയാവും തോന്നുന്നില്ല. എന്താ ഈ പറയുന്നത്? വീട്ടിലാണെങ്കിലും പ്രശ്നം തന്നെയാണ്. ഓരോ ദിവസം ചെല്ലുമ്പോ ഓരോ കുപ്പിയാണ് ചോദിക്കണം. അതേ, നമ്മളിപ്പോ ഇതിനൊന്നും തല കൊടുത്തിട്ടൊരു കാര്യമില്ല. ഒരു കാര്യം പറയട്ടെ, നമ്മൾ ജോലിയാണ് അന്തസ്സോട് നമ്മൾ ചെയ്യാം, അത്രയല്ലോ. ഇനിയിപ്പോ ഞാനൊരു കാര്യം പറയട്ടെ, ഇനിയിപ്പോ ഭർത്താവായിക്കോട്ടെ, അയൽപക്കക്കാരായിക്കോട്ടെ, സുഹൃത്തുക്കളായിക്കോട്ടെ, ഏതൊരുത്തനാണെങ്കിലും അപമര്യാദയായിട്ട് നമ്മളോട് പെരുമാറുക, അത് നമ്മൾ കട്ടക്ക് നിൽക്കണം. സർക്കാർ അതിനുള്ള പദ്ധതി ഒരുക്കിണ്ട്. ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തില് ബീവറേജ് കോർപ്പറേഷനിൽ വർക്കുന്ന മുഴുവൻ സ്ത്രീകൾക്കും ആയോധന കല പഠിപ്പിക്കുന്നുണ്ട്. ഈ കരാട്ടക്കില്ലേ, അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കലായിട്ടും മെന്റലി നല്ല പവറല്ലേ. ആരിനും നേരിടാം, ഏതൊരുത്തം വന്നാലും നേരിടാനുള്ള ഒരു മനക്കരുത്തും കിട്ടും, ശാരീരികമായിട്ടുള്ള പവറും കിട്ടും. അത് പോരെ. എങ്ങാടാണെന്ന് ഇങ്ങോട്ട് എന്നാ പോകാൻ പറ്റും. എനിക്കൊന്ന് രണ്ട് കാര്യങ്ങൾ അറിയാനുണ്ട്. എന്താണ്? ഞാൻ ഒരു ചായ കുടിക്കട്ടെ, എന്നിട്ട് ചായയും പാലൊക്കെ പിന്നെ കുടിക്കാം. ഞാൻ നിന്റെ ഭർത്താവാണ്, ഈ കുടുംബത്തിന്റെ നാഥനാണ്. എനിക്കൊന്ന് രണ്ട് കാര്യങ്ങൾ അറിയാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നീ മുന്നോട്ട് കാല് വെച്ച മതി. പറ. നിനക്ക് ഈ ജോലി കിട്ടിയിട്ട് എത്ര ദിവസമായി നിനക്ക് വല്ല നിശ്ചയം ഉണ്ടാ? അത് ചോദിക്കാനാണ് ഇപ്പൊ ഇവിടെ ഇരിക്കണ. അപ്പൊ ചോദിക്കണേന് മറുപടി പറയടി. എനിക്ക് അറിഞ്ഞൂടാ. അന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. 1 മാസവും 18 ദിവസവും ഇന്നത്തേക്ക്. തുടക്കത്തിലൊക്കെ ഞാൻ അവിടെ വന്ന് നിന്ന് ക്യൂ നിന്ന് വാങ്ങിയിട്ടുണ്ട്. നീ ഇന്ന് കൊണ്ടുവരും, നാളെ കൊണ്ടുവരും, മറ്റന്നാൾ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് ഞാൻ കാത്ത്. മനുഷ്യനാണല്ല, ക്ഷമിക്കണമല്ല. എൻ്റെ മാനോ അഭിമാനത്തിനും എനിക്ക് വിലയുണ്ട്. എനിക്കും പുറത്തോട്ട് ഇറങ്ങി നടക്കണം. എത്ര കാശ് പിരിവിട്ടാണ് ആ പാവങ്ങൾ എനിക്ക് സ്വീകരണം തന്നത്. ഞാൻ അവർക്ക് കൊടുത്ത വാക്കിനൊരു വിലയില്ലേ? നിന്നോട് പട്ടി പറയണ പോലെ ഞാൻ പറഞ്ഞില്ലേടേ, ആ രാഘവേട്ടനും സത്യേട്ടനും ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കണോന്ന്. ഞാൻ അതിന് വേണ്ടിട്ടല്ല. നീ വേലയെടുത്ത പൈസക്ക് മേടിക്കണ്ട, നിനക്ക് പൈസ ഞാൻ തരും. പക്ഷെ നീ അവിടെ കസേര മേടിക്കുമ്പോ എനിക്ക് വന്ന ക്യൂ നിന്ന് വാങ്ങാൻ പറ്റുമോ? എല്ലാരും ക്യൂ നീ കൊണ്ടെന്ന് തന്നെ എനിക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായി. നിന്നെ ആ പോസ്റ്റിലോട്ട് എത്തിക്കുമ്പോ എനിക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായി. നീ എന്താ എന്റെ കഷ്ടപ്പാട് മനസ്സിലാക്കാത്തത്? ഞാൻ കുടിച്ച് വെളിവില്ലാതെ വന്നെ ഏതെങ്കിലും ഒരു ദിവസം ഇവിടെ വന്ന് കിടന്നിട്ടുണ്ടാടി? നിനക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാ? ഒട്ടുമില്ല. ഉദ്യോഗസ്ഥ നടക്കണ്. എനിക്കിപ്പോ അതൊന്നും കൊണ്ടുവരാൻ പറ്റൂല. നീ ഇങ്ങാട് പറയണ്ട. നീ നിന്റെ കെട്ടിയനായ എനിക്കൊരു തുള്ളി കൊണ്ടുവന്ന് തരാൻ നിനക്ക് പോക്കണം കേടാണെങ്കിൽ നീ പഞ്ചായത്തിൽ ഒരാൾക്കും കള്ളു വിളമ്പണ്ട. നീ ഇന്നോട്ട് ഈ പണി ഇവിടെ നിർത്തിക്കോ മണ്ടു. വെറുതെ അനാവശ്യം പറയരുത്. മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. നാളെ നീ ഇതിന്റെ പുറത്തോട്ട് ഇറങ്ങിയ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. ഒരു ജോലിക്കാരി നടക്കണ്, എന്നോട് തർക്കുത്തരം പറയണ. എന്റെ കൊരണവള്ളിയാണ് ഇന്ന്.
ഇതൊന്ന് വിളിച്ചോക്ക്. ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു 3-4-5-6 പ്രാവശ്യം വിളിച്ചു. പിന്നെ മെസ്സേജ് അയച്ചു എടുക്കണ്ടേ, ഓടുക്കണ്ടേ. അല്ല ഇനിയിപ്പോ അവള് ബീവറേജ് കൂട്ടിയിട്ട് വരുമ്പോ കുപ്പി കൊടുത്തില്ലായിരിക്കും. എന്താ കൊണ്ടുവരാന്ന് പറഞ്ഞാലേ അല്ല ഓന ഒറ്റയ്ക്ക് ഇരുന്ന് കുടിക്കുന്നുണ്ടാവുക? ഈ എന്താ രാഘവട്ട പറയണത്? അങ്ങനെ ഒറ്റയ്ക്ക് കുടിക്കണത്? പോയപ്പോഴേലും ഒറ്റയ്ക്ക് കുടിച്ചിട്ടുണ്ടോ? ഇല്ല ഇതുവരെ കുടിച്ചിട്ടില്ല. പിന്നെന്താ പറയുന്നത്? സത്യം അപ്പൊ അവള് ബീവറേജ് കൂട്ടി വരുമ്പോ കുപ്പി കൊണ്ടിരുന്ന് കരുതിട്ട് നമ്മള് പോയി മേടിച്ചില്ല. നീ 2 അടിക്കണ്ട, എങ്ങനെയാ ഉറങ്ങുക? എനിക്ക് പറിച്ചു നിൽക്കാനാന്നില്ല. നോക്കാം, കുറച്ചവിടെ നോക്കാം. പക്ഷേ ഇതൊരു കഷ്ടം. പോയി മേടിച്ചാൽ മതിയായിരുന്നു. അതേ വരുന്നു. ഒന്ന് വേമാടാ, നീ എന്തെത്ര നേരം അതെ, എന്താ ഫോൺ എടുക്കാത്ത നീ? ഫോൺ കിട്ടണില്ല. ഇനിയിപ്പോ അത് തർക്കിക്കല്ലേ സാധനം. ഇല്ല, സാധനമില്ല. അതെന്തേ അത് കൊണ്ടുവന്നില്ല അവള്. കൊണ്ടുവരുന്ന പറഞ്ഞല്ലേ? കൊണ്ടുവരുമെന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നില്ലാന്ന്. നിന്റെ ഭാര്യല്ലടാ എന്ത് പറഞ്ഞിട്ട് കേക്കണ്ടേ സൂതേട്ടാ? ഞാൻ കയ്യും കാലും പറിച്ചിട്ട് പാടില്ല. ചേട്ടാ ഇങ്ങനെ രാത്രി 2 അടിക്കണ്ട ഇങ്ങനെ കിടക്കുക. അത് അവള് കൊണ്ടുവരില്ല, അവളുടെ കയ്യിൽ നിന്ന് കിട്ടി കുടി. പറ്റില്ല, ഇങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞു വിടറോ? അല്ല സത്യേട്ടാ, എന്നൊന്ന് മനസ്സിലാക്ക്. വിട്ടുപോയി സൂതേട്ടാ. എന്തേ ഒരു തുള്ളി കുടിക്കാൻ പറ്റുമെന്ന് നോക്കല്ല, എന്റെ വെള്ളം കൂടി മുട്ടിയിരിക്കാണ്. എന്താ എന്തേ? അവള് കുടിപ്പിക്കൂല സത്യേട്ടാ. ഒരു കാര്യം അറിയോ? പഴയ പോലെയല്ല, ബീവറേജിൽ ജോലി കിട്ടിയ പെണ്ണുങ്ങളെ സുരക്ഷിതത്വത്തിന് വേണ്ടി കരാട്ട പഠിപ്പിക്കണ്ടെന്ന് സർക്കാർ. കാരാട്ടെ? ഇന്നലെ ഞാൻ ഈ സാധനം കൊണ്ടുവന്നില്ലേ, ഞാൻ സത്യേട്ടനോട് വാക്ക് പറഞ്ഞല്ലേ എന്ന് ചോദിച്ചപ്പോ എനിക്ക് കുടിക്കണമെന്ന് പറഞ്ഞൊരു പൂട്ടിയിട്ടേ പുറയുന്നു ഇങ്ങനെ ഒരു പിടുത്തം ഇവിടെ ഇങ്ങനെ ഒരു തിരിച്ചിട്ടേ ഉള്ളിപ്പോയി ഞാൻ ഉണ്ടാൻ പറ്റില്ല, ശ്വാസം മുട്ടിയിട്ട്. ഇനി മേലാലി കുടിച്ചു വന്ന് എന്നെ മണം കിട്ടിയ എന്നെ അവ ചവിട്ടി കൂട്ടിയിട്ട് അവള് വീട്ടിലോട്ട് പോകുന്ന പറയണ. എനിക്ക് അവൾക്ക് ജോലി കിട്ടിയ ഒരു മാറ്റേണ്ട സത്യ. ഞാൻ ക്യൂല് നിന്നിട്ട് അവളുടെ അടുത്ത് നിന്നിട്ടേ മണ്ടോ എന്ന് വിളിച്ചു. മുഖത്തേക്ക് നോക്കിയില്ലേ അവള്. ഞാൻ കരുതിയത് അവൾക്ക് ജോലി കിട്ടിയാൽ നമ്മളെ പൊന്നുപോലെ നോക്കുമല്ലാന്ന് ഓർത്താണ് ഈ ആകെ മുഴുവൻ സഹിച്ച. ആള് മാറിപ്പോയി. അതെ, ഇന്നിപ്പോ എന്താ ചെയ്യാ സത്യം? ഇവന്റെ ഇത് കേട്ടോണ്ടിരിക്കാൻ അങ്ങനെ പറയല്ലേ സത്യായിട്ട്. എനിക്കും കഴിക്കണമെന്നുണ്ട് ചെറുത്. ബീവറേജും പൂട്ടി. ഇപ്പൊ ഒരു കാര്യം ചെയ്യാ, പ്രസാദിനെ വിളിച്ചിട്ടാ മിലിറ്ററിക്കാരനെ വിളിക്കാം. കുടിക്കണമെന്നുണ്ട്. പക്ഷേ നിന്നോ നിന്നിട്ട് കാര്യമില്ല, അവള് കൊന്നുകളയും തന്നെ. അതുപോലെ അവള് കുളിച്ചു വരുമ്പോഴേക്കും ചപ്പാത്തിയും വെജിറ്റബിൾ കറി ഉണ്ടാക്കി വെക്കണം. ഞാൻ ചെല്ലട്ടെ. അടിച്ചിട്ട് വല്ല കഴിച്ചിട്ട് നോക്കടാ. ഞാൻ വല്ല ആത്മഹത്യം ചെയ്യുമ്പോ 2-ന്റെ ഇടയിൽ കിടന്നത് ഞാൻ. വേണ്ട, നീ പോയിക്കോ. എന്നാ പോവാ. ഇനി നമ്മ കുറെ നേരം എടുക്കും. ഫോൺ അവിടെ എടുത്ത് വിളിച്ചു. വേണ്ട വേണ്ട, ഞാനില്ല സുധേ. അല്ല ശരി, നീ വിട്ടാതല്ലേ. പ്രസാദം വിളിച്ച ഞാനേ ഇങ്ങനെ ഒന്നും കരുത്തില്ല കേട്ടോ. ഒരു ജോലി കിട്ടിയെന്ന് കേട്ടിട്ട് ഇങ്ങനെയാ. അതെ, അല്ല സുധര ഏതാ വാങ്ങണത്? എന്തേ? അല്ലോ ഏതാ വാങ്ങ? ഏത് വാങ്ങി എന്താണ്? എന്തേ? അല്ല ഒന്ന് അറിയാനാണ്, എന്താ കഴിക്കണമെന്ന് അറിയണമല്ലോ. എന്തായാലും മറ്റേ മിലിറ്ററി അല്ലേ? ബിസ്കിയാ? ഓ, രാവിലെ വരെ ഉണ്ടാവും അതല്ലേ? അത് കഴിച്ചിട്ട് പോക്കടാന്ന് പറയണം. വേണ്ട വേണ്ട. ഓ, ഭാഗ്യവന്മാരാണ് കേട്ടാ നിങ്ങള്. എന്തൊക്കെയായിരുന്നു ജോലി കിട്ടുമ്പോഴത്തേന് 5 കുപ്പി 6 കുപ്പി, ഇയാൾക്ക് സ്പെഷ്യൽ കുപ്പി, ആന തേങ്ങ. ബീവറേജിൽ പോണ്ട, ക്യൂ നിക്കണ്ട. ആദരിച്ചൊക്കെ വെറുതെ ആയി. വെറുതെ വേസ്റ്റായി. ഒന്നാമത് ഈ പെണ്ണുങ്ങൾക്കൊന്നും ബിവറേജിൽ ജോലി കൊടുത്താൽ ശരിയാവില്ല സുഗത. ഭയങ്കര ബോറ് പരിപാടിയായി പോയി. നിന്റെ ഫോൺ എവിടെ ഞാൻ വെച്ചത്? അതിന്റെ ഉള്ളിൽ എവിടെയും ഉണ്ടാവും. എടുത്ത് വിളിക്കും പ്രസാദിനെ. വേറൊരാളെ നമ്പരുത്. നമ്പി എങ്ങനെയൊക്കെ ഉണ്ടാവും. അവനെ എന്നും ചെയ്യണ പോലെ പോയി മേടിച്ചാൽ മതിയാ. ഹലോ, പ്രസാദേ, നമുക്കൊരു സാധനം വേണല്ലോ.